ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു അടിപൊളി തക്കാളിക്കറി അല്ലെങ്കിൽ തക്കാളി കുറുമ എന്നൊക്കെ പറയുന്ന ഒരു കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചപ്പാത്തിൻ്റെയും പൂരിൻ്റെയും അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു തക്കാളിക്കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 തക്കാളി, ഒരു സവാള, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു പച്ചമുളക്, പിന്നെ കറിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പും ഇതൊന്ന് കട്ട് ചെയ്ത് കണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിൽ ഒരു കൂട്ടുണ്ടാക്കിയെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചെറിയ ജാറിലേക്ക് ഒരു 4-5 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കൂടുതൽ എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. പിന്നെ ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് തേങ്ങ കൊത്തോ അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ ചിരകിയതോ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകം, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ കുരുമുളക് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു ചെറിയ പീസ് പട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ നല്ല പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കറിൻ്റെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, തേങ്ങൻ്റെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 2 ഏലക്കായും അതുപോലെ 2 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കാം. അതൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും അതുപോലെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കുക കേട്ടോ. പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നതിനെക്കാട്ടിയും ഒന്നുകൂടെ ടേസ്റ്റ് ചതച്ചിട്ടിട്ട് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ അതൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് കളർ മാറി വന്നൊന്ന് ചൂടായി വരുന്ന ടൈമിൽ നമ്മളിതിലേക്ക് ഒരു സവാള ചെറുതാക്കി നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നല്ലോണം കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ മുമ്പായിട്ട് തന്നെ നമ്മളിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. പിന്നെ സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ആവശ്യത്തിന് മാത്രം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഉള്ളി ഒന്ന് വഴറ്റി വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് മാറ്റി വെച്ചേക്കുന്ന തേങ്ങൻ്റെ അരപ്പുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ മിക്സിൻ്റെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കുക കേട്ടോ. എത്രത്തോളം നമുക്ക് വെള്ളം വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക കേട്ടോ. ഒന്ന് ചൂടായി ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ തന്നെ നമ്മളിതിലേക്ക് 2 തക്കാളി ഒരു വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നല്ല പോലെ തിളച്ചൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ടാവും. ആ ഒരു ടൈമിൽ നമ്മളിതിലേക്ക് മല്ലിച്ചപ്പും കുറച്ച് പുതിനയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റിൽ കുറവായിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിതാ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തക്കാളി കുറുമ അല്ലെങ്കിൽ തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടൈമിൽ നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണേ. പാകത്തിന് മാത്രം ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റുമ്പം ആ ഒരു ടൈമിൽ മാത്രം ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതൊന്ന് കറക്റ്റാക്കി കൊടുക്കുക. ഈ ഒരു തക്കാളി കുറുമ ചപ്പാത്തിൻ്റെയും അപ്പത്തിൻ്റെയും പൂരിൻ്റെയും ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. തക്കാളിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് കാണാം.